നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. യെസ്, നമുക്കറിയാം പി.സി. ജോർജിനെ സർക്കാർ വേട്ടയാടുന്ന വിധം എങ്ങനെയാണെന്നറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികൾ ഇതിനെ ഒരു ആയുധമാക്കി നേരിടുന്നത് പി.സി. ജോർജിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു, ബി.ജെ.പി. പി.സി. ജോർജിനെ കൈവിട്ടു എന്നൊക്കെയാണ്. പി.സി. ബി.ജെ.പി. വിടും, അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുന്നത് സംസാരങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പി.സിയെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതിലൂടെ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ ഫുൾ സപ്പോർട്ട് പി.സിക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവലോകനം ചെയ്യും? ഇതിനകത്ത് ബി.ജെ.പി. വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇന്നലെ സുരേന്ദ്രൻ അവിടെ ചെന്നു എന്നുള്ള കാര്യം ശരി. എന്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ബി.ജെ.പി. വേണ്ട രീതിയിൽ പി.സി. ജോർജിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലരും ഇത് പറഞ്ഞെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി.സി. ജോർജ് ഉയർത്തിവിട്ട പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്സ് ആണ്. ഇസ്ലാമിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ നീക്കത്തിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എതിർക്കുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി. അതാണ് പി.സി. ജോർജിനകത്ത് നമ്മൾ അവസാനം കണ്ടത്. കാരണം സാക്കിർ അല്ലെങ്കിൽ ചാനൽ ചർച്ചയല്ല അതിന്റെ വിഷയം. പി.സി. ജോർജ് നേരത്തെ പറഞ്ഞ അതൊരു കാരണമായതേ ഉള്ളൂ. സക്കിന് ചാനൽ ചർച്ച ഒരു കാരണമായിരുന്നു. പി.സി. ജോർജ് നേരത്തെ പറഞ്ഞ കൈവെട്ട് കേസും അല്ലെങ്കിൽ മുനമ്പം വിഷയവും ഈരാറ്റുപേട്ടയിലെ പള്ളിക്ക് അകത്ത് കുർബാന നടന്നപ്പോൾ ഉണ്ടാക്കിയ വിഷയങ്ങളും അല്ലെങ്കിൽ ലവ് ജിഹാദിന്റെ വിഷയങ്ങളും ഈ വിഷയങ്ങൾ വേറെ ബി.ജെ.പി. നേതാക്കന്മാരുൾപ്പെടെ ഇത് പ്രചരിപ്പിക്കുന്നതിനകത്ത് മടി കാണിക്കുമ്പോൾ ആ പ്രചരണം നിരന്തരമായിട്ട് ഉയർത്തിവിടുന്നത് ഈ പറയുന്ന കേരളത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കോട്ടയായിട്ടുള്ള അവരുടെ ഈ അജണ്ടകൾ രഹസ്യമായിട്ട് കൊണ്ടുപോയിരുന്ന അജണ്ടകൾ പരസ്യമാകുന്നു, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ പഴയതുപോലെ നടക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് പി.സി. ജോർജിനെ പോലെ ഒരു ലൗഡ് സ്പീക്കറാ പി.സി. ജോർജ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പി.സി. ജോർജ് എന്നും പി.സി. ജോർജ് ഒരു വിഷയത്തെ പിടിച്ചാലേ വിഷയം കൊണ്ടേ പോകത്തുള്ളൂ. നമ്മൾ അല്ല ഉടുമ്പിന്റെ പിടിയാ പിടിക്കുന്നത്. അതിന്റെ അറിയണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. മാണി അനുഭവിച്ചിട്ടുണ്ട്, ടി.യു. കുരുവിള മന്ത്രിസ്ഥാനം പോയിട്ടുണ്ട്. ഈ പറയുന്ന വലിയ സത്യസന്ധനായിട്ടുള്ള ഗണേശൻ വെള്ളം കുടിച്ചു പോയി വേറെ ഒരു അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഏതൊക്കെ പിടിച്ചാലും അതേ കയറി ഞാനും. പിന്നെ മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. വേറെ ആരുടെയും അഭിപ്രായം അല്ലെങ്കിൽ ആള് കൂടുന്നതിന് വേണ്ടി അഭിപ്രായം പറയുന്ന ആളല്ല. ദിലീപിന്റെ വിഷയത്തിനകത്ത് അയാൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. കന്യാസ്ത്രീയുടെ വിഷയം അറിയാമല്ലോ, അതിനകത്ത് അയാൾക്ക് അഭിപ്രായമുണ്ട്. ഒരുപക്ഷെ അയാൾ പറയുന്ന അഭിപ്രായം തന്നെയായിരിക്കും ശരി. ഈ മാധ്യമങ്ങളായാലും വേറെ ചിലരൊക്കെ ആയാലും ഞാൻ എങ്ങനെ പറഞ്ഞാൽ എന്താവും, സത്യം എങ്ങനെയാണേലും ജനം മൊത്തം അവിടെയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് അഭിപ്രായം പറയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം CBI ഒരു കുറ്റപത്രം കൊടുത്തില്ല, രണ്ട് കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് അകത്ത് മാതാപിതാക്കളുടെ പങ്ക്. ആ വിഷയത്തിനകത്ത് പി.സി. ജോർജിന്റെ നിലപാട് ഇപ്പൊ CBI പറയുന്ന നിലപാടാ. ബാക്കിയുള്ളവരാരും പറയാഞ്ഞെന്ന് പറഞ്ഞാൽ അത് ശരിയായ നിലപാടായിരുന്നു. അന്നത്തെ പോലീസ് ഓഫീസർ ആ നിലപാടുമായിട്ടായിരുന്നു DYSP പറഞ്ഞപ്പോൾ ആ DYSP വലിയ മോശക്കാരനാക്കി. ഏറ്റവും സത്യസന്ധനായിട്ട് കേസ് അന്വേഷിച്ചിട്ടുള്ള കാരിയർ ഉള്ള ഒരു DYSP ആയിരുന്നു. ആ DYSP മോശക്കാരനാക്കി. അപ്പൊ ഇത് പി.സി. ജോർജിന്റെ നിലപാട്. പി.സി. ജോർജ് ഇപ്പൊ എടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് ബി.ജെ.പിയുടെ നാളെ കാലത്തെ ഉള്ള വളർച്ചയ്ക്ക് ഇത് നന്നാവും. അതിനകത്ത് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയം, 10-ാം തീയതി മുനമ്പത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന ബില്ല് ഈ പറയുന്നത് പോലെ ബി.ജെ.പി. പാർലമെന്റിൽ വെച്ച് പാസ്സാക്കാൻ പോവുകയാണ്. ഈ മാർച്ച് 10-ന് ഈ വിഷയത്തിന്റെ പുറകിൽ മുനമ്പം വിഷയം ഏറ്റെടുത്തുകൊണ്ട് പി.സി. ജോർജ് ക്രൂശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബി.ജെ.പിക്ക് ഈ സംസ്ഥാനത്തുടനീളം വലിയൊരു പ്രചരണം നടത്തി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലയിൽ ഈ വിഷയം സാധാരണക്കാരുടെ പറഞ്ഞു കൊടുത്ത് വലിയൊരു പ്രചരണവും വലിയൊരു വളർച്ചയും ഉണ്ടാകാം. കാരണം ബി.ജെ.പിക്ക് കേരളത്തിൽ വളരാൻ ഇനിയും ഏറ്റവും എളുപ്പം സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുന്നതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിനോട് ഒപ്പം നിൽക്കുന്ന സംസ്ഥാനത്ത് ഒരു ന്യൂനപക്ഷം ഈ പറയുന്ന ബി.ജെ.പിയുടെ കൂടെ വരാമെങ്കിൽ ബി.ജെ.പിക്ക് എളുപ്പത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കും, അല്ലെങ്കിൽ കൃത്യമായ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അത് പ്രയോജനപ്പെടുത്തണ്ടേ? ഇപ്പൊ തന്നെ സുരേന്ദ്രനോട് പോയി ബി.ജെ.പിയുടെ നേതാക്കന്മാരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ആക്കം ഈ പറയുന്ന ലക്ഷ്മി ശ്രദ്ധിച്ചു നോക്കി, അതിന്റെ ഒരു ആക്കമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ വളർന്നു വരുന്ന പാർട്ടി, നാളെ കാലത്ത് അധികാരം പിടിക്കാൻ നിൽക്കുന്ന പാർട്ടി എന്തിനാ ഇങ്ങനെ പമ്മി നിൽക്കുന്നത്? ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ചില പെണ്ണ് കാണാൻ വരുമ്പോ ചെറുക്കന്റെ പോയി പെണ്ണ് വന്ന് നിൽക്കുന്ന ഒരു നാണം ബി.ജെ.പിക്ക്. എന്തോ കാര്യം അല്ല. അപ്പൊ അത് ആ ബി.ജെ.പിയുടെ നാണം മാറ്റിയിട്ട് അവസരോചിതമായിട്ട് പ്രയോജനപ്പെടുത്തണം.
അപ്പൊ അതിനകത്ത് ഒരു പറയുന്നത് പോലെയുള്ള കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ നമുക്ക് സംശയമുണ്ട്. ഈ ഒരു പൊളിറ്റിക്സ് അപ്പം ഈ ബി ജെ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സഹായിക്കാൻ ആരുമില്ല. ബി ജെ പിക്കാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങളെ തീർക്കാൻ നിൽക്കുകയാണ്. അതിന് അവർക്ക് അച്ചാരം കിട്ടുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഒരു ജോലിക്ക് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്യും. എന്റെ ഒരു പോളിസി അതാ. അവർക്ക് അതിനകത്ത് ഒരു അജണ്ട ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ആകെ സഹായിക്കുന്ന ചാനൽ മീഡിയ വൺ ചാനലേ ഉള്ളൂ ബി ജെ പി. അത് നിങ്ങൾ മനസ്സിലാക്കണം. മീഡിയ വൺ ചാനൽ രാവിലെ തൊട്ട് തുടങ്ങുന്ന ഹിന്ദു വിരുദ്ധത കേട്ട് ആൾക്കാർ ബി ജെ പിയുടെ കൂടെ കൂടുന്നതല്ലാതെ വേറെ ഒരു ചാനലിന്റെയും പത്രത്തിന്റെയും സഹായം കൊണ്ടല്ല നിങ്ങൾ ഇപ്പം ഇവിടെ വളർന്നു വരുന്നതും പിടിച്ചു നിൽക്കുന്നതും. അത് ഇവിടുത്തെ ബി ജെ പിക്കാരെ മനസ്സിലാക്കണം. പക്ഷെ ഈ വിഷയം പ്രശ്നമുള്ള വിഷയമായതുകൊണ്ട്, പി സി ജോർജിന്റെ വിഷയമായതുകൊണ്ട്, മാധ്യമ ശ്രദ്ധ കിട്ടുന്നതുകൊണ്ട്, വ്യൂവേഴ്സിനെ കിട്ടുന്നതുകൊണ്ട് പി സി ജോർജിനെ ഇപ്പൊ ഇറക്കി വിടാമെങ്കിൽ ഇല്ല അരിക്കൊമ്പനെ ഇറക്കി വിട്ട പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ആൾക്കാർ മൊത്തം പി സി ജോർജിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ അതിന്റെ രാഷ്ട്രീയം ഇപ്പൊ ചെയ്യണം. മാർച്ച് 10 ഈ വലിയൊരു ബില്ല്. ഈ ബില്ലിന്റെ കാര്യം ഇന്ത്യയിൽ ഉടനീളമുള്ള ഈ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, അതുപോലെ തന്നെ മുസ്ലിമിന്റെ സ്വത്വം പിടിച്ചു പഠിക്കുന്നുണ്ടായിരുന്നു വഖഫിന്റെ കുഴപ്പം എന്താണ്, വഖഫിന് എന്തായിരുന്നു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ നിന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ UDF എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്ത്യാനിയുടെ 200-300 പേരുടെ വീട് പോകുമ്പോൾ, ആ മത്സ്യത്തൊഴിലാളിയുടെ വീട് പോകുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ വഖഫ് നിയമത്തിന്റെ ബില്ല് പാസ്സാക്കാൻ പോകുമ്പോഴും നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ MP എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലാക്കാം. വഖഫ് ബില്ലിനെ പറ്റി പലർക്കും അറിയത്തില്ല ലക്ഷ്മി. അതാണ് വിഷയം. നമ്മൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കാൻ തുടങ്ങിയോണ്ട് നമുക്കറിയാവുന്നേ. ഇത് താഴെ തട്ടിലോട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇത് സാധാരണക്കാരന് മനസ്സിലായാൽ അതിനുവേണ്ടിയാണോ PC ക്രൂശിക്കപ്പെട്ടത്? അയ്യോ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നാ PC യുടെ കൂടെ, എന്നാ BJP യുടെ കൂടെ? ഇതിന് വേണ്ടി BJP എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇത്തരത്തിൽ BJP യുടെ പ്രവർത്തനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പോലും അവസരങ്ങൾ കൃത്യമായിട്ട് മുതലാക്കുന്നതിന് വേണ്ടി BJP ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. BJPക്ക് ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിലെ നേതാക്കന്മാർ അവരുടെ പ്രവർത്തനം അതിനകത്ത് വെള്ളം ഉയരും പോലെ എല്ലായിടത്തും ഒരേ ലെവലിലെ ഉയരത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അവിടുത്തെ റിഫ്ലക്ഷൻ വന്ന് ഇവിടുത്തെ പാർട്ടിക്ക് വ്യത്യാസം വരികയും വോട്ട് ചെയ്യാൻ ആൾക്കാർ തയ്യാറാവുന്നതിനും അപ്പുറം BJP നേതാക്കന്മാർ മണ്ഡലങ്ങളിൽ താഴെ തട്ട് തൊട്ട് മേലെ അറ്റം വരെ പ്രവർത്തിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാകത്തുള്ളൂ. കാരണം ഉള്ള സത്യം നമ്മൾ പറയണമല്ലോ. പണ്ട് രാജാവ് മുണ്ടെടുക്കുക എന്ന ഒരു കൊച്ചു മാത്രമേ പറയാനുള്ളൂ. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ BJPയുടെ ഇവിടുത്തെ കാര്യം ഇപ്പോഴത്തെ അവസരം പോലും BJP എത്രത്തോളം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റി നമുക്ക് സംശയമുണ്ട്. അതിനകത്ത് എന്താണ് മടി കാണിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയത്തില്ല. ഏതായാലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവരുടെ മുദ്രാവാക്യങ്ങൾ, അവർക്ക് നാളെ കാലത്തെ അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ആ പാർട്ടി വളരത്തുള്ളൂ. അതിനുള്ള ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗും UDF-ഉം. മാത്രമല്ല എല്ലാ രീതിയിലും ഈ പറയുന്നത് പോലെ അതിനൊരു സാഹചര്യം അല്ലെങ്കിൽ ബില്ലിന്റെ രൂപത്തിലായാലും മറ്റു രൂപത്തിലായാലും വന്നിട്ടുണ്ട്. BJP ഉപയോഗപ്പെടുത്തിയാൽ BJPക്ക് 2026-ലേക്കുള്ള ഒരു വളർച്ച വളരെ സ്പീഡിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.